വിനയം വലുതാകുമ്പോഴാണ് നാം വലിപ്പത്തോടെ ഏറ്റവും അടുത്ത് വരിക. മനുഷ്യരുടെ അടിസ്ഥാനപരമായി 3 ഗുണങ്ങൾ ഉള്ളതായി കാണാം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തിൽ ഗുണത്രയ വിഭാഗ യോഗത്തിൽ അതിനെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെയാണ് ഗുണത്രയത്തെ വിഭാഗിച്ചിരിക്കുന്നത്. ഈ 3 ഗുണങ്ങൾ എല്ലാ വ്യക്തികളിലും അളവുകളിലെ ഏറ്റക്കുറവുകളോടെ കാണപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ സ്വഭാവവും ചിന്തയും പ്രവൃത്തിയും ഈ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തമോ ഗുണം അറിവ്, ജ്ഞാനം ഇവയെ തരുമ്പോൾ രജോ ഗുണം മത്സരത്തെയും ആവേശത്തെയും ആർത്തിയെയും തരുന്നു. തമോ ഗുണമാണെങ്കിലോ അലസത, അജ്ഞാനം എന്നിവയും തരുന്നു. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഈ 3 ഗുണങ്ങളിലും പെടുന്ന മനുഷ്യരുടെ സ്വഭാവവും പ്രവൃത്തിയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിവും ജ്ഞാനവും നേടിയ മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനാവും. എത്ര ഉയരത്തിലെത്തിയാലും അവരുടെ സത്വഗുണത്തിൽ ഉറച്ചു നിന്ന് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. വലിപ്പച്ചെറുപ്പമില്ലാതെ മറ്റുള്ളവരോടുള്ള അവരുടെ ഇടപെടൽ അതീവ ഹൃദ്യമായിരിക്കും. എളിമയോടെയും വിനയത്തോടെയും മാത്രമേ അവർ മറ്റുള്ളവരുടെ പെരുമാറുകയുള്ളൂ. അവരുടെ വിനയവും എളിമയും മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ഉന്നതമായ നിലയും വിലയും ഉണ്ടാക്കി കൊടുക്കും, അതവരാവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ട് നമ്മുടെ വിനയം വലുതാവട്ടെ, നമ്മൾക്ക് ഏറ്റവും ഉയരത്തിലേക്ക് അടുക്കാം. പ്രഭാഷകൻ്റെ 3-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വചനം പറയുന്നു: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ശുഭദിനം.